ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹത്തിൻ്റെ വീഡിയോ റിവേഴ്സിൽ പ്ലേ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. അതിൽ ശരിക്കുള്ള വീഡിയോ ഏത്, റിവേഴ്സ് ഏത് എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള വ്യത്യാസമൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. എന്നാൽ താഴെ ചിതറിക്കിടക്കുന്ന ഒരു ചായക്കോപ്പയുടെ കഷ്ണങ്ങൾ കൂടിച്ചേർന്ന് പൊങ്ങി മുകളിലേക്ക് വന്ന് ഒരു മേശപ്പുറത്ത് ഒരു ഫുൾ ചായക്കോപ്പയായിട്ട് മാറുന്ന വീഡിയോ കണ്ടാൽ അത് ഇമ്പോസിബിൾ ആണെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. അതെങ്ങനെയാണ് ആ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് പിടികിട്ടുന്നത്? നമുക്കറിയാം, ഭാവി കാലവും ഭൂതകാലവും ഒരുപോലെയല്ല. സമയത്തിന് ഒരു പ്രത്യേക ദിശയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയായിരിക്കുന്നത്? ഭൂതവും ഭാവിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ വന്നതാണ്? നമുക്ക് നമ്മുടെ ഭൂതകാലം ഓർമ്മയിലിരിക്കുകയും ഭാവി കാലം ഓർമ്മയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് വെറും ഒരു ഫിലോസോഫിക്കൽ ചോദ്യമല്ല. ഇതിന് പിന്നിൽ ഭൗതികശാസ്ത്രത്തിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് സങ്കല്പങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കതാണ് ഇന്ന് പരിചയപ്പെടേണ്ടത്. ലോകത്തെ മനസ്സിലാക്കാൻ നമ്മൾ ചില ഭൗതികശാസ്ത്ര നിയമങ്ങളെ ഇന്ന് ഉപയോഗിക്കുന്നു. ഈ നിയമങ്ങൾ പലതും ചില സമവാക്യങ്ങളുടെ ഈക്വേഷൻസിൻ്റെ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഈക്വേഷൻസ് എല്ലാം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ സമയം ഏത് ദിശയിലാണ് പോകുന്നത് എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ഇപ്പോൾ S=ut+12at² എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന ഒരു സമവാക്യത്തിൽ t നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇത് ഒരുപോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും. ഇതിനെ ഫിസിക്സിൽ ആരോ ഓഫ് ടൈം, സമയത്തിൻ്റെ ദിശ എന്നാണ് വിളിക്കാറുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് മനസ്സിലാക്കുന്നതിന് ഭൗതികശാസ്ത്രത്തിലെ രണ്ട് അടിസ്ഥാന അളവുകളെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്ന് എനർജി എന്ന് പറയുന്ന ഊർജം, രണ്ട് എൻട്രോപ്പി. ആദ്യം നമുക്ക് എനർജി എന്താണെന്ന് പരിചയപ്പെടാം. പൊതുവിൽ നമ്മൾ വളരെ ലൂസായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എനർജി. ഇതിന് പ്രത്യേകിച്ചൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്ന മട്ടിൽ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് വിളിക്കുന്ന ഒരു സങ്കല്പമാണ് എനർജി. അത് ഇന്നത്തെ അവസ്ഥയാണ്. പക്ഷേ ഈ വാക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ആയിരുന്നില്ല. കാരണം ആളുകൾ ഊർജം എന്താണ് എന്നത് പല രീതിയിൽ പല കാലങ്ങളിൽ മനസ്സിലാക്കി വെച്ചിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, രണ്ട് ബോളുകൾ തമ്മിൽ കൂട്ടിമുട്ടി ചിതറിപ്പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്ന വിവാവിസ് എന്ന് വിളിക്കുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് മനസ്സിലാക്കിയിരുന്നത്. അതേസമയം വസ്തുക്കൾ ചൂടാകുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ചൂട് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് പകർന്നു പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ കലോറിക് എന്ന് പറയുന്ന ഒരു അളവാണ്, ഒഴുകുന്ന ഒരു വസ്തുവായിട്ടാണ് അവിടെ ഊർജ്ജത്തെ ട്രീറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് യന്ത്രങ്ങൾ ചലിക്കുന്ന സ്ഥലത്ത് അതിനെ വിശദീകരിക്കാനും മാഗ്നറ്റിസത്തെ വിശദീകരിക്കാനും ഇലക്ട്രിസിറ്റിയെ വിശദീകരിക്കാനും ഒക്കെ വേറെ വേറെ സിദ്ധാന്തങ്ങളാണ് ഉണ്ടായിരുന്നത്. രാസപ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വേറെ നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലാം ഉൾപ്പെടുന്നത് ഊർജം അല്ലെങ്കിൽ എനർജി ആയിരുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങളായിട്ടാണ് ഒരു കാലത്ത് മനസ്സിലായിരുന്നത്. ഒരു 17-18 നൂറ്റാണ്ടുകൾ വരെയൊക്കെ ഇങ്ങനെ പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന ആശയമായിരുന്ന ഊർജം ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് മൊത്തത്തിൽ ഒരു സിംഗിൾ യൂണിഫൈഡ് ആശയം അതിനെക്കുറിച്ചുണ്ട്. നമ്മൾ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ അത് കപ്പാസിറ്റി ടു ഡു വർക്ക് എന്ന് പൊതുവിൽ സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നു. ഊർജം പല രൂപത്തിൽ കാണപ്പെടാം എന്നേ ഉള്ളൂ. ഉദാഹരണത്തിന്, വസ്തുക്കൾ ചലിക്കുന്നത് കൊണ്ട് അവയ്ക്ക് കൈവരുന്നൊരു ഊർജ്ജമുണ്ട്, അതിനെ കൈനറ്റിക് എനർജി എന്ന് വിളിക്കും. വസ്തുക്കൾക്ക് അവയുടെ സ്ഥാനം കൊണ്ട് കിട്ടുന്ന ഊർജ്ജമുണ്ട്, അതിനെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം എന്ന് വിളിക്കും. ഇനി വസ്തുക്കൾക്ക് ഉള്ളിൽ തന്നെയുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കണികകളുടെ ചലനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ഊർജ്ജമാണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന തെർമൽ എനർജി എന്ന് പറയുന്ന ഹീറ്റ് എനർജി. ഇങ്ങനെ ഏത് രൂപത്തിലായിരുന്നാലും, ഏത് രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറിയാലും ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഊർജ്ജം എപ്പോഴും സ്ഥിരമായിട്ട് തന്നെ അളവിൽ തുടരും എന്ന് നമുക്കറിയാൻ പറ്റും. അതായത് പുറത്തു നിന്ന് അകത്തേക്ക് ഊർജ്ജം വരികയോ അകത്തുള്ള ഊർജ്ജം പുറത്തേക്ക് പോവുകയോ ചെയ്യാത്തടത്തോളം കാലം ആ ഊർജ്ജത്തിൻ്റെ അളവിൽ മാറ്റം വരുന്നില്ല. ഇതിനെ ഊർജ്ജ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഇന്നത്തെ ധാരണയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഊർജ്ജത്തെക്കുറിച്ചുള്ള ധാരണകൾ തുടങ്ങുന്നത് വളരെ അവ്യക്തമായ ഒരു സാഹചര്യത്തിൽ നിന്നായിരുന്നു. ആ അവ്യക്തതയിൽ നിന്നും ഇന്നത്തെ വ്യക്തതയിലേക്കുള്ള വരവിന് ഏറ്റവും സുപ്രധാനമായ കാരണം ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് 18-ാം നൂറ്റാണ്ടിൽ നടന്ന വ്യാവസായിക വിപ്ലവം എന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ്. ഈ മനുഷ്യരുടെ കൈകൊണ്ട് നടത്തിയിരുന്ന അധ്വാനങ്ങളിൽ നിന്നും അതേ ജോലി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ള തിരിച്ചറിവും ആ യന്ത്രങ്ങളുടെ പോപ്പുലാരിറ്റിയും ഒക്കെ ഡ്രൈവ് ചെയ്തത് ഒരു നിർണായകമായിട്ടുള്ള കണ്ടുപിടുത്തമായിരുന്നു. അത് ആവി യന്ത്രം എന്ന സ്റ്റീം എഞ്ചിനാണ്. ജെയിംസ് വാട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു വെള്ളത്തെ ചൂടാക്കി അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നീരാവി അതുപയോഗിച്ചുകൊണ്ട് ചക്രങ്ങളെ കറക്കി ആ മെക്കാനിക്കൽ എനർജി മെഷീൻസിനെ പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന തിരിച്ചറിവും ആ കണ്ടെത്തലുമാണ് സ്റ്റീം എഞ്ചിനെ വളരെ പ്രധാനപ്പെട്ട ഒന്നാക്കി മാറ്റുന്നത്.
അപ്പോൾ അന്ന് എപ്പോഴും എഞ്ചിനീയർമാർ കരുതിയിരുന്നത് ഒരു പ്രത്യേക അളവ് കോൾ അല്ലെങ്കിൽ കൽക്കരി കത്തിച്ചാൽ കിട്ടുന്ന ഹീറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ അതുകൊണ്ട് ചെയ്യാവുന്ന വർക്ക് പരമാവധി മാക്സിമം ആക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഖനി, ഒരു മൈൻ നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വെള്ളം വരുന്ന സ്ഥലങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് വെളിയിലേക്ക് കളയേണ്ടി വരും. അപ്പോൾ എത്ര കിലോ കൽക്കരി കത്തിച്ചാലാണ് ഈ വെള്ളത്തെ മൊത്തത്തിൽ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക അളവ് കൽക്കരി വെച്ച് പരമാവധി വെള്ളം എങ്ങനെ പമ്പ് ചെയ്യാം, ഇങ്ങനെയുള്ള ചിന്തകൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ തുടക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആവിയന്ത്രത്തിൻ്റെ കാര്യക്ഷമത അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനുള്ള ശ്രമങ്ങൾക്ക് അന്ന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ ശ്രമങ്ങൾ 2 നിർണായക വഴിത്തിരിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു. 1798 ബെഞ്ചമിൻ തോംസൺ എന്ന കൗണ്ട് റംഫോർഡ് ഒരു നിരീക്ഷണം നടത്തി. ഈ പീരങ്കിയുടെ കുഴൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഈ ബ്രാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കുഴലിൽ നിന്നും അതിൻ്റെ അകത്തെ ഭാഗം ഒരു സുഷിരം, ഒരു കുഴി ബോർ ചെയ്ത് ഉണ്ടാക്കിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മെഷീൻ ഉപയോഗിച്ച് ഈ ഹോള് ബോർ ചെയ്യുമ്പോൾ കൗണ്ട് റംഫോർഡ് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഡ്രില്ലിൻ്റെ ഫ്രിക്ഷൻ കാരണം, ആ ഘർഷണം കാരണം അവിടെ വലിയ അളവിലുള്ള ഊർജം ഉണ്ടാകുന്നുണ്ട്. അന്നത്തെ കാലത്തെ ധാരണ വസ്തുക്കൾക്കുള്ളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഊർജ്ജമാണ് ഈ ഹീറ്റ് അല്ലെങ്കിൽ താപം എന്നുള്ളതാണ്. പക്ഷേ കൗണ്ട് റംഫോർഡ് ശ്രദ്ധിച്ചത് ഈ ഡ്രില്ല് പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ഊർജ്ജം ഇങ്ങനെ നിർത്താതെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ മെറ്റലിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഗതിയാണ് ഹീറ്റ് എന്ന് പറയുന്ന താപോർജ്ജം എന്നുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും തീരണമല്ലോ. പക്ഷേ ഈ ഡ്രില്ല് പ്രവർത്തിക്കുമ്പോഴെല്ലാം ഈ ഊർജ്ജം പുറത്തേക്ക് വരുന്ന അദ്ദേഹം കണ്ടു. അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി താപോർജ്ജം ഇങ്ങനെ വസ്തുക്കൾ ശേഖരിക്കപ്പെട്ടിട്ടില്ല, പകരം ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് താപോർജ്ജം ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഇതൊരു പ്രധാന തിരിച്ചറിവായിരുന്നു. അതിനുശേഷം ഏതാണ്ട് അരനൂറ്റാണ്ടുകൾക്കിപ്പുറം 1843 ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെ ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം മദ്യം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു, ഒരു ബ്രൂവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി ആയിരുന്നു സയൻസ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ, ആ ജൂൾ എന്നുള്ള പേര് ഇന്ന് ഊർജ്ജത്തിൻ്റെ യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നുകൂടി ഓർക്കണം. അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ ഒരു സിലിണ്ടറിനുള്ളിൽ നിറച്ചിരിക്കുന്ന ദ്രാവകം അതിനുള്ളിൽ കറക്കാൻ കഴിയുന്ന ഒരു പാഡിൽ വീൽ അതുമായിട്ട് ഘടിപ്പിച്ച് താഴേക്ക് വീഴാൻ സാധ്യതയുള്ള ഒരു ഭാരം, വെയിറ്റ്, ഇതെല്ലാം കൂടെ ഘടിപ്പിച്ച ഒരു പ്രത്യേക പരീക്ഷണ സംവിധാനമായിരുന്നു. അപ്പോൾ ഈ താഴേക്ക് വീഴുന്ന വെയിറ്റ്, അത് എത്ര വെയിറ്റാണ്, അത് എത്ര താഴേക്ക് വീഴുന്നുള്ളതിനനുസരിച്ചിട്ട് ഈ പാഡിൽ വീൽ കറങ്ങുകയും അതിൻ്റെ ഫലമായി അതിൻ്റെ അകത്തെ താപനില ഉയരുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ആ പരീക്ഷണം പല ഭാരം വെച്ച് പല നിരക്കിലുള്ള വെയിറ്റ് ഫോൾ ഉപയോഗിച്ച് ഒക്കെ ആവർത്തിക്കുന്നത് വഴി ജൂൾ ഒരു കണ്ടെത്തൽ നടത്തി. അതിനാണ് നമ്മൾ ഇന്ന് മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് താപോർജ്ജത്തിൽ നിന്നും നമുക്ക് മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കാൻ പറ്റും. തിരിച്ചും ഇവിടെ താഴേക്ക് വീഴുന്ന ഭാരം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ മോഷനാണ്. പക്ഷേ അതിലൂടെ അകത്ത് ഈ പാഡിൽ വീൽ കറങ്ങുന്നത് വഴി ആ ദ്രാവകത്തെ ചൂടാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതായത് ഈ വർക്കിൽ നിന്നും നമുക്ക് ഹീറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇത് ഒരു പ്രധാന കണ്ടെത്തലായിരുന്നു. കൗണ്ട് റംഫോർഡിൻ്റെയും ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെയും കണ്ടെത്തലിൻ്റെ തുടർച്ച എന്നോണം 1850കളിൽ റുഡോൾഫ് ക്ലോഷ്യസ്, ലോർഡ് കെൽവിൻ എന്നീ 2 ശാസ്ത്രജ്ഞർ ചേർന്ന് ഒരു പുതിയ നിയമം ഉണ്ടാക്കി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് എപ്പോഴും സ്ഥിരമായിരിക്കുമെന്നും അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാനും ഒരിടത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും സാധിക്കും എങ്കിലും അതിൻ്റെ മൊത്തം അളവ് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഉള്ള ഊർജ്ജത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനോ ഇല്ലായ്മയിൽ നിന്ന് ഊർജ്ജത്തെ പുതുതായി ഉണ്ടാക്കാനോ നമുക്ക് സാധിക്കില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ചില പ്രായോഗികമായിട്ടുള്ള ചിന്തകളാണ് ഈ തിരിച്ചറിവിലേക്ക് എത്തിച്ചത് എന്നുണ്ടെങ്കിലും 20ാം നൂറ്റാണ്ടിൽ എമ്മി നോയ്തർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞ വളരെ നിർണായകമായ മറ്റൊരു സൈദ്ധാന്തികമായിട്ടുള്ള കണ്ടെത്തൽ കൂടി നടത്തി. എന്തുകൊണ്ടാണ് ഈ ഊർജ്ജത്തിൻ്റെ അളവ് ഇങ്ങനെ കൺസർവ്ഡ് ആയിരിക്കുന്നത്, സ്ഥിരമായിരിക്കുന്നത്? അതിന് പ്രപഞ്ചത്തിലെ ഒരു പ്രത്യേക സിമെട്രി ആണ് കാരണം എന്നവർ കണ്ടെത്തി. അതായത് ഒരു ഫിസിക്സ് പരീക്ഷണം നമ്മൾ ഇന്ന് ചെയ്താലും നാളെ ചെയ്താലും മറ്റന്നാൾ ചെയ്താലും, അതായത് ഏത് സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആ പരീക്ഷണം ചെയ്താലും അത് ഒരേ ഫലം തന്നെ തരും. അല്ലെങ്കിൽ ലോസ് ഓഫ് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിലെ നിയമങ്ങൾ എല്ലാ സമയത്തും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ ഫിസിക്സിൽ വിളിക്കുന്നത് ടൈം സിമെട്രി എന്നാണ്. അതായത് പ്രപഞ്ചത്തിൽ ഒരു സമയവും മറ്റൊരു സമയത്തെ അപേക്ഷിച്ച് സ്പെഷ്യൽ അല്ല, എല്ലാ സമയവും തുല്യ സ്വഭാവമുള്ളതാണ്. ഈ ടൈം സിമെട്രി കാരണം ആണ് ഒരു പ്രത്യേക അളവ് സ്ഥിരമായി നിൽക്കുന്നത്. ആ അളവാണ് എനർജി എന്ന് പറയുന്ന ഊർജം. അപ്പോൾ പരീക്ഷണങ്ങളിലൂടെ ഊർജം
സ്ഥിരമായി ഒരിടത്തുണ്ടാകും അല്ലെങ്കിൽ എനർജി കൺസേർവ്ഡ് ആണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞരുടെ വാദത്തെ പൂർണ്ണമായും കോംപ്ലിമെൻ്റ് ചെയ്യുന്നതായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം കാരണം സ്ഥിരമായി നിൽക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഊർജം എന്ന എമ്മി നോയ്തറിൻ്റെ കണ്ടെത്തൽ. പക്ഷേ ഇവിടെയും ചിത്രം പൂർണ്ണമല്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തണുത്ത വെള്ളത്തിൽ നിങ്ങൾ ഐസ് കോൾഡ് വാട്ടർ എടുക്കുക, അതിലേക്ക് നല്ല ചുട്ടുപഴുത്ത ഒരു മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ ആ മെറ്റൽ പീസിൽ നിന്നും താപോർജ്ജം ആഗിരണം ചെയ്ത് ആ വെള്ളം ചൂടാകുകയും മെറ്റൽ പീസ് തണുക്കുകയും ചെയ്യും. ആ മെറ്റൽ പീസിൽ നിന്നും പുറത്തേക്ക് നഷ്ടപ്പെട്ട ഊർജ്ജം എത്ര തന്നെയാണോ അത്ര തന്നെ ആയിരിക്കും വെള്ളം ആഗിരണം ചെയ്തിട്ടുള്ള ഊർജ്ജവും. അങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇനി ഇതിൻ്റെ റിവേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ. തണുത്ത വെള്ളത്തിൽ കിടക്കുന്ന ഒരു മെറ്റൽ പീസിനെ വെള്ളത്തിൽ നിന്നുള്ള ഊർജ്ജം കമ്പൈൻ ചെയ്ത് ചൂടാക്കുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. അതൊരിക്കലും സംഭവിക്കില്ല. പക്ഷേ അവിടെയും വെള്ളത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന താപോർജ്ജവും ആ മെറ്റൽ പീസിന് കിട്ടുന്ന താപോർജ്ജവും തുല്യമാണ് എന്നുണ്ടെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. അവിടെയാണ് സമയത്തിൻ്റെ ദിശ എന്ന് പറയുന്ന സംഗതി വരുന്നത്. അതായത് ഊർജത്തിൻ്റെ മൊത്തം അളവ് മാറാതെ നിൽക്കുമെങ്കിൽ പോലും അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് സ്വാഭാവികമായി ഒഴുകാൻ സാധ്യതയുള്ളത്, എവിടെ നിന്ന് എങ്ങോട്ട് സ്വാഭാവികമായി ഒഴുകാൻ സാധ്യതയില്ല എന്ന് തീരുമാനിക്കുന്ന മറ്റൊരു ഘടകം കൂടി പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ എൻട്രോപ്പിയെ മനസ്സിലാക്കേണ്ടത്. ഈ ഊർജ്ജ പ്രവാഹത്തിന് സ്വാഭാവികമായ ദിശ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും വരുന്നത് സത്യത്തിൽ സ്റ്റീം എഞ്ചിന് മുകളിലുള്ള റിസർച്ചിൽ നിന്നാണ്. 1824 സാദി കാർണോ എന്ന് വിളിക്കുന്ന ഒരു ഫ്രഞ്ച് എഞ്ചിനീയറാണ് ആ ഗവേഷണം നടത്തുന്നത്. അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഹീറ്റ് എനർജിയിൽ നിന്നും എങ്ങനെ പരമാവധി മെക്കാനിക്കൽ എനർജി പുറത്തേക്ക് എടുക്കാം എന്നുള്ളതാണ്. അതായത് കുറച്ച് ഹീറ്റ് നമ്മൾ ചിലവഴിക്കുന്നു, ആ മുഴുവൻ ഹീറ്റിനെയും നമുക്ക് എങ്ങനെ മെക്കാനിക്കൽ എനർജി, ചലനം ഉപയോഗപ്പെടുത്തുന്ന മെഷീനിലേക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയുന്ന മെക്കാനിക്കൽ എനർജി ആയിട്ട് എങ്ങനെ മാറ്റാം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം. അദ്ദേഹം വന്നെത്തിയ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള അനുമാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും ഹീറ്റിൻ്റെ 100%ത്തെയും ഇതുപോലെ വർക്ക് അല്ലെങ്കിൽ യൂസ്ഫുൾ വർക്കാക്കി മാറ്റാൻ സാധിക്കില്ല. എപ്പോഴും കുറച്ച് ഹീറ്റ് അധികം വരും, അത് വേസ്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് എഞ്ചിന് ഒരിക്കലും 100% എഫിഷ്യൻസി ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ കൊടുക്കുന്ന മുഴുവൻ ഹീറ്റിനെയും യൂസ്ഫുൾ വർക്കാക്കി മാറ്റാൻ കഴിയില്ല. ഇതൊരു അടിസ്ഥാന നിയമമാണ്. ഇതിൻ്റെ കാരണം നോക്കിയാൽ എന്താണ് ഹീറ്റ് എനർജി? ഹീറ്റ് എനർജി വസ്തുക്കൾക്കുള്ളിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കണങ്ങളുടെ റാൻഡമായിട്ടുള്ള ചലനങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ്. നിങ്ങളൊരു വസ്തുവിനിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള കണങ്ങളെല്ലാം ഇങ്ങനെ തെരുതെരാന്ന് ചലിച്ചുകൊണ്ടിരിക്കും, അവ പരസ്പരം കൂട്ടിയിടിക്കും, ആ ഊർജ്ജം കണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. മൊത്തം അതിനുള്ളിലുള്ള ഡിസോർഡറാണ് സംഭവിക്കുന്നത്. പക്ഷേ വർക്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു വസ്തുവിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുക, ഒരു ചക്രത്തെ കറക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കണികകളും ഒരേ ദിശയിൽ വേണം ചലിക്കാൻ. നിങ്ങൾ ഒരു വെയിറ്റ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുമ്പോൾ ആ വെയിറ്റിനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കണികകളും ഒരേ ദിശയിൽ ഒരുപോലെ ചലിച്ചാലേ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ ഇവിടെ വ്യത്യാസം കാണാൻ കഴിയുന്നത് താപോർജ്ജത്തിൽ ചലനം എന്ന് പറയുന്നത് ഡിസോർഡേർഡ് ആണ്. എന്നാൽ വർക്കിലേക്ക് വരുമ്പോൾ, മെക്കാനിക്കൽ എനർജിയിലേക്ക് വരുമ്പോൾ ആ കണികകൾക്ക് ഒരു ക്രമം, ഒരു ഓർഡർ ആവശ്യമായിട്ട് വരും. ഈ ഓർഡറും ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം കാരണമാണ് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് മുഴുവൻ ഹീറ്റിനെയും വർക്കാക്കി മാറ്റാൻ സാധിക്കാത്തത്. അതായത് വർക്ക് എന്ന് പറയുന്നത് ഡിസോർഡറിൽ നിന്നും നിങ്ങൾക്ക് ഓർഡർ ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഈ ഒഴിവാക്കാനാവാത്ത ഊർജ നഷ്ടത്തെ 1865 റുഡോൾഫ് ക്ലോഷ്യസ് ആണ് എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. ട്രോപ്പ് എന്ന് പറയുന്ന വാക്ക് ട്രാൻസ്ഫർമേഷൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ലാറ്റിൻ വാക്കായിരുന്നു. എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലെ സഹജമായിട്ടുള്ള ക്രമരാഹിത്യം, ഡിസോർഡറിനെ സൂചിപ്പിക്കുന്ന ഒരു അളവാണ്. എല്ലാം ഒരു പ്രത്യേക ക്രമം പാലിക്കുന്ന സ്ഥലത്ത് ഡിസോർഡർ കുറവാണ്, അല്ലെങ്കിൽ ഓർഡർ ഉണ്ട് എന്ന് പറയാം. അവിടെ എൻട്രോപ്പി കുറവാണ്. എന്നാൽ ക്രമങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, വസ്തുക്കൾ കൂടുതൽ റാൻഡമായി മാറുമ്പോൾ അവിടെ ഡിസോർഡർ സംഭവിക്കുന്നു. അപ്പോൾ അവിടെ എൻട്രോപ്പി കൂടുന്നു എന്ന് പറയാം. അപ്പോൾ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ഡിസോർഡറിൻ്റെ ഒരു അളവാണ്, ക്രമരാഹിത്യത്തിൻ്റെ അളവാണ്. പ്രകൃതിയിൽ സ്വാഭാവികമായി നടക്കുന്ന എല്ലാ പ്രക്രിയകളും എൻട്രോപ്പി കൂടുന്ന ദിശയിലാണ് സംഭവിക്കുന്നത് എന്ന് ക്ലോഷ്യസിന് മനസ്സിലായി. ഇതിനെ അദ്ദേഹം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിച്ചു. നമ്മൾ നേരത്തെ പറയുന്ന ഊർജ്ജം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ അളവ് നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്ന് പറയുന്ന സിദ്ധാന്തത്തിനെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ് വിളിക്കുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻട്രോപ്പി കൂടുന്ന ദിശയിൽ നടക്കുന്ന പ്രക്രിയകളാണ് പ്രപഞ്ചത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇനി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇത് സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര നിഗൂഢമായിട്ടുള്ള ഒന്നല്ല.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന സംഭവ്യതയാണ്. ഈ ഡിസോർഡറും ഓർഡറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? നമ്മളിപ്പോൾ ഒരു റൂമിനെ നല്ല ഓർഡേർഡ് ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നതും അലങ്കോലമായി കിടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അടിസ്ഥാനപരമായിട്ട് എത്ര രീതിയിൽ ഈ അവസ്ഥ സാധ്യമാണ് എന്നുള്ളതാണ് അവിടുത്തെ ഡിസോർഡർ തീരുമാനിക്കുന്നത്. നിങ്ങൾക്കൊരു മുറിയെ അടുക്കി വയ്ക്കാൻ കഴിയുന്നതിന് ചില ലിമിറ്റഡ് ആയിട്ടുള്ള രീതികളേ ഉള്ളൂ. എന്നാൽ ഒരു മുറിയെ നിങ്ങൾക്ക് അനന്തമായ രീതിയിൽ അലങ്കോലപ്പെടുത്താൻ പറ്റും, അല്ലേ? നമ്മളൊരു റൂമിൻ്റെ ക്രമം എങ്ങനെ മാറിയാലും അലങ്കോലമായി എന്ന് പറയാൻ പറ്റും. അത് ഒരുപാട് രീതിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് അലങ്കോലം. എന്നാൽ വളരെ കുറച്ച് രീതിയിൽ മാത്രമേ നമുക്ക് ക്രമം എന്ന് പറയുന്ന അടുക്കും ചിട്ടയും സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഡിസോർഡറാണ് എപ്പോഴും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്. കൂടുതൽ അവസ്ഥകളിൽ എത്തിച്ചേരാൻ കഴിയുന്നതിനെയാണ് നമ്മൾ കൂടുതൽ എൻട്രോപ്പി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക അവസ്ഥ ഒരുപാട് രീതിയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേയ്സ് ഇൻ വിച്ച് ദാറ്റ് സ്റ്റേറ്റ് ക്യാൻ ബി അച്ചീവ്ഡ്, അവിടെ ഡിസോർഡർ കൂടുതലാണ്. പക്ഷേ അവിടെ ആ അവസ്ഥയിലേക്ക് എത്താനുള്ള പ്രോബബിലിറ്റിയും കൂടുതലായതുകൊണ്ടാണ് പ്രകൃതി അത് പ്രിഫർ ചെയ്യുന്നതെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് തിരിച്ചറിയുന്നത് ലഡ്വിഗ് ബോൾട്സ്മാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. റുഡോൾഫ് ക്ലോഷ്യസ് എൻട്രോപ്പി എന്ന് പറയുന്ന ആ അളവിനെക്കുറിച്ച് സംസാരിക്കുന്നത് മാക്രോസ്കോപ്പിക്കായിട്ട് ഹീറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നതും ഹീറ്റ് ഉപയോഗിച്ച് മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കുന്നതും ഒക്കെ നിരീക്ഷിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ബോൾട്സ്മാൻ ഇതിനെ സൂക്ഷ്മ തലത്തിലാണ് സമീപിച്ചത്. അതായത് എല്ലാ വസ്തുക്കളും, നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വസ്തുക്കളും അനേകം സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ സൂക്ഷ്മ കണങ്ങളുടെ തലത്തിൽ എപ്പോഴും ആലോചിക്കുമ്പോൾ കൂടുതൽ രീതിയിൽ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിന് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതിന് എൻട്രോപ്പി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എൻട്രോപ്പി കൂടുന്ന ദിശയിൽ സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ കാര്യങ്ങൾ നടക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ നിയമത്തെ അദ്ദേഹം S=K log W എന്ന് പറയുന്ന ഒരു ചെറിയ ഇക്വേഷനിലൂടെയാണ് പ്രകടിപ്പിച്ചത്. ഇന്നും ലഡ്വിഗ് ബോൾട്സ്മാൻ്റെ ശവക്കല്ലറയിൽ ആ ഇക്വേഷൻ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അത് ഭൗതികശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിലെ അത്രയും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്ന ആശയം ഭൗതികശാസ്ത്രത്തിൽ അരക്കിട്ട് ഉറപ്പിക്കപ്പെടുന്നത്. അതുവരെ നമുക്ക് എൻട്രോപ്പി ചേഞ്ച്, എൻട്രോപ്പിയിലുള്ള മാറ്റം മാത്രമേ അളക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ബോൾട്സ്മാൻ വന്നതോടുകൂടി എൻട്രോപ്പിയുടെ അളവ് തന്നെ നമുക്ക് തിയറട്ടിക്കലി അറിയാൻ സാധിക്കും എന്ന അവസ്ഥ വന്നു. പ്രകൃതിയിലെ ഊർജ്ജ കൈമാറ്റത്തിന് ഈ എൻട്രോപ്പി കൂടുന്ന ദിശ തന്നെ പിന്തുടരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയിൽ നടക്കുന്ന സ്വാഭാവിക പ്രതിഭാസങ്ങളെ ചില പ്രത്യേക ദിശയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഓംലെറ്റ് മുട്ടയായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് പൊട്ടിയ കഷ്ണങ്ങൾ കൂടിച്ചേർന്ന് ചായക്കപ്പായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അവിടെയെല്ലാം എൻട്രോപ്പി കൂടുക എന്ന് പറയുന്ന അസ്വാഭാവികമായ ഒരു കാര്യം നടക്കേണ്ടതുണ്ട്. ഒരു ക്യാരം ബോർഡിൽ പരസ്പരം കൂട്ടിമുട്ടുന്ന രണ്ട് ക്യാരം കോയിൻസിനെ പരിഗണിച്ചാൽ അവ നേരെ റിവേഴ്സ് ഡയറക്ഷനിൽ വന്നിടിച്ചാലും അവയുടെ ദിശയിൽ കാര്യമായിട്ടുള്ള എൻട്രോപ്പി വ്യത്യാസം ഉണ്ടാകില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഒരുപക്ഷെ റിവേഴ്സിൽ പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് അസ്വാഭാവികതയൊന്നും തോന്നാത്തത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ചായക്കപ്പ് താഴെ വീണ് പൊട്ടുന്ന വീഡിയോ റിവേഴ്സിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എൻട്രോപ്പി കുറയുന്ന ദിശയിലാണ് കാണാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം അറിയാതെ തന്നെ നമുക്ക് മനസ്സിലാവും അത് അസ്വാഭാവികമാണ് എന്നുള്ളതുകൊണ്ട്. അതായത് ഇവിടെ പാസ്റ്റും ഫ്യൂച്ചറും, ഭൂതകാലവും ഭാവി കാലവും തീരുമാനിക്കപ്പെടുന്നത് എൻട്രോപ്പിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ് ഭാവി കാലത്തിൻ്റെ ദിശ എന്നാൽ എൻട്രോപ്പി കൂടുന്ന ദിശയാണ് ഭാവിയുടെ ദിശ. ഭൂതകാലം എൻട്രോപ്പി കുറയുന്ന ദിശയാണ്. ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം എൻട്രോപ്പി കൂടുന്ന ദിശയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ റിവേഴ്സിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രോപ്പി കുറയുന്ന ദിശയിലായിരിക്കും ആ വീഡിയോ പോവുക. അത് പിന്നിലേക്ക് ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രപഞ്ചോൽപ്പത്തിയിലേക്ക് എത്തുമ്പോഴേക്കും എൻട്രോപ്പി വളരെ കുറഞ്ഞ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. ഇതിനെ പാസ്റ്റ് ഹൈപ്പോത്തസിസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം തുടങ്ങുന്നത് വളരെ ഓർഡേർഡ് ആയിട്ടുള്ള, വളരെ ലോ എൻട്രോപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് എന്നും അതിനുശേഷം തുടർച്ചയായി എൻട്രോപ്പി കൂടുന്ന ദിശയിലേക്ക് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് പാസ്റ്റ് ഹൈപ്പോത്തസിസ് പറയുന്നത്. അപ്പോൾ സമയം ഏകതാനമായതാണ്, ടൈം സിമെട്രിക്കലാണ് എന്നതുകൊണ്ട് ഊർജം സ്ഥിരമായിരിക്കുന്നു എന്നതും എൻട്രോപ്പി കൂടുന്നതാണ് കൂടുതൽ പ്രോബബിൾ ആയിട്ടുള്ള ദിശ എന്നുള്ളത് കൊണ്ട് ഊർജം ഒരു പ്രത്യേക ദിശയിൽ മാത്രമേ സ്വാഭാവികമായി ചലിക്കൂ എന്നുള്ളതും കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി. ഇങ്ങനെയാണ് സമയത്തിന് ഒരു പ്രത്യേക ദിശ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഭാവിയും ഭൂതവും രണ്ട് വ്യത്യസ്ത സംഗതികളായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ്
ഭൂതകാലം ഓർമ്മയിലുള്ളപ്പോൾ ഭാവി നമുക്ക് ഓർമ്മിക്കാൻ കഴിയാത്തത്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.